ഒലിവിൻ ചില്ലകൾ കയ്യിലേന്തി വിനീതനായി കഴുതപ്പുറത്തേറി ജെറുസലേം നഗരിയിലേക്ക് ആഗതനായ ക്രിസ്തുവിനെ ആർപ്പുവിളികളോടെ ജനം സ്വീകരിച്ചതിൻ്റെ ഓർമ്മയാണ് ഓശാന ഞായർ. ക്രിസ്തുനാഥൻ പെസഹ ദിവ്യരഹസ്യം പൂർത്തിയായിരിക്കുവാൻ ജെറുസലേമിൽ സഘോഷം പ്രവേശിച്ച സംഭവമാണ് ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്നത്. യേശുവിനെ മിശിഹയായി വരവേറ്റ ജെറുസലേം നിവാസികളെ പോലെ നമുക്കും യേശുവിനെ നാഥനും രാജാവുമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഓർമ്മാചരണങ്ങളിൽ പങ്കുകാരാകാം. ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഓശാന വിളികളിലൂടെ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന നാം ദൈവമാണ് ഞങ്ങളുടെ രക്ഷയ്ക്ക് നിന്ദനവും ദൈവത്തിൽ നിന്ന് മാത്രമാണ് ഞങ്ങളുടെ രക്ഷ എന്നും ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയവനായി നമുക്ക് വേണ്ടി പീഡകളേറ്റ് മരിക്കാൻ സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന യേശുനാഥൻ ഇപ്പോൾ നമുക്ക് മുൻപിൽ സന്നിഹിതനാണ്. ഈ ഓശാന ഞായറിൽ നമുക്ക് അവനെ വഹിക്കുന്ന കവിതയാകാം, അവനെ സ്തുതിക്കുന്ന ഗായകമാകാം, അവനെ ഓർത്ത് സന്തോഷത്തോടെ കുരുത്തോളേണ്ടി നമുക്ക് തയ്യാറാകാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പ്രിയ സഹോദരി, തപസ്സുകാല ആരംഭം മുതലുള്ള ദിവസങ്ങൾ തൊട്ട് തപശ്ചര്യയും പരസ്നേഹ പ്രവൃത്തികളും വഴി നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയായിരുന്നുവല്ലോ. ഇന്നാകട്ടെ സാർവത്രിക സഭയോട് ചേർന്ന് നമ്മുടെ കർത്താവിന്റെ പെസഹ രഹസ്യത്തിന്, അതായത് അവിടുത്തെ പീഡാസഹനവും ഉത്ഥാനവും തുടക്കം കുറിക്കുവാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ രഹസ്യം പൂർത്തീകരിക്കുവാനാണ് അവിടുന്ന് തന്റെ നഗരമായ ജെറുസലേമിലേക്ക് പ്രവേശിച്ചത്. അതിനാൽ തികഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ അവിടുത്തെ രക്ഷാകരമായ പ്രവേശനം അനുസ്മരിച്ച് കർത്താവിനെ അനുഗമിക്കാം. അങ്ങനെ അവിടുത്തെ കൃപ വഴി കുരിശിൽ പങ്കുചേർന്ന് നമ്മളും അവിടുത്തെ ഉത്ഥാനത്തിലും ജീവനിലും ഭാഗഭാക്കുകളാകുവാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും കേണപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രമിക്കുകയും ചെയ്യണമേ. അങ്ങനെ മഹത്വപൂർണമായി വിജയം വരിച്ച ക്രിസ്തുനാഥന് ഇന്ന് കുരുത്തോലകൾ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങൾ അവിടുന്ന് സത്പ്രവൃത്തികളുടെ ഫലങ്ങൾ അങ്ങേക്ക് വേണ്ടി പുറപ്പെടുവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ കുരുത്തോലകൾ അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ആഹ്ലാദരത്തിനായി ക്രിസ്തുരാജനെ അനുഗമിക്കുന്ന ഞങ്ങൾ അവിടുന്നുമായി നിത്യ ജെറുസലേമിൽ എത്തിച്ചേരുവാൻ ശക്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവ് മലയ്ക്കരികെയുള്ള ബത്ഫഗ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും.
അതിനെ അഴിച്ചുകൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. അയക്കപ്പെട്ടവർ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവർ പറഞ്ഞു. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ കർത്താവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവർ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്നവർ ആർത്തു വിളിച്ചു. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചിലർ ഫരിസേയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവച്ചു, ഇവർ മൗനം പാലിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരെ, യേശുവിനെ ആർത്തു വിളിച്ച് ജനതയെ അനുകരിച്ച് നമുക്കും സമാധാനത്തോടെ പുറപ്പെടാം. നമ്മുടെ യാത്രയെ ആഘോഷമാക്കുന്ന ആശീർവദിച്ച കുരുത്തോലകളാണ് നമ്മുടെ കൈകളിൽ. രക്ഷകനായവന് ഓശാന പാടാനുള്ള ഈ ഓലകൾ കയ്യിലേന്തിക്കൊണ്ട് പ്രദക്ഷിണത്തിനായി അണിചേരാം. പ്രദക്ഷിണത്തിനുള്ള ക്രമം ഇപ്രകാരമായിരിക്കും. ഏറ്റവും മുന്നിലായി കുരിശിവാഹകൻ, ഇരുവശങ്ങളിലായി കത്തിച്ച തിരി, തുടർന്ന് അൽത്താര ബാലകർ, കുഞ്ഞുമക്കൾ, സ്ത്രീകൾ, പുരുഷന്മാർ.